സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പല രാജ്യത്ത് ഉണ്ട് എങ്കിലും ഇന്ത്യയിൽ അത്തരത്തിൽ ഉള്ള നിയമങ്ങൾ ഇല്ലായിരുന്നു. ഒരു കർക്കശമായ നിയമമില്ലായിരുന്നെങ്കിൽ ആ നിയമം അണിയറയിൽ ഒരുങ്ങുന്ന വാർത്തകൾ മുൻപ് വന്നതാണ്. 2023 നവംബറിൽ ഈ ബില്ലിൻ്റെ കരട് സർക്കാർ പ്രസിദ്ധീകരിച്ചതുമാണ്. ഇപ്പോൾ ആ ബില്ല് ഉടനടി നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് 73 ഭേദഗതികളാണ് ഈ ബില്ലിൽ വരുത്തിയിരിക്കുന്നത്. ഈ ബില്ലിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇപ്പോൾ ഈ ബില്ലിൻ്റെ ഒരു കരട് രാജ്യത്ത് ഉള്ള ബ്രോഡ്കാസ്റ്റർമാർക്കും ഒപ്പം തന്നെ അസോസിയേഷനുകൾ, സ്ട്രീമിംഗ് സർവീസ് കമ്പനികൾ, ടെക് കമ്പനികൾ തുടങ്ങിയവർക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ അഭിപ്രായങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് നടപ്പാക്കിയാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാ യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളും ഇൻഫ്ലുവൻസർമാരും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ഇതിൽ OTT പ്ലാറ്റ്ഫോമുകൾ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ഇതിനൊക്കെ ഒരു ത്രിതല റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാകും. ഒരു സമിതിയായിരിക്കും ഇതിലെ വാർത്തകളും ഇതിലെ ഉള്ളടക്കവും മറ്റും നിരീക്ഷിക്കുക. ഇതിൽ അപാകതയുണ്ടെങ്കിൽ ക്രിമിനൽ ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള കേസുകളും മുൻപോട്ട് ഉണ്ടാകും. ഏതായാലും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു രീതിയെന്ന് നമുക്ക് നോക്കാം. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ന്യൂസ് കണ്ടന്റ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർ അങ്ങനെയുള്ളവർ ഈ രജിസ്ട്രേഷനോടുകൂടി അവരെ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആ കാറ്റഗറിക്ക് കീഴിലായിരിക്കും അവർ വരിക, ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റർ എന്നുള്ള ഇതിൽ. മറ്റുള്ള ഈ OTT പ്ലാറ്റ്ഫോമുകളെ മറ്റും ഉള്ളത് മറ്റൊരു ഗ്രൂപ്പിലേക്കായിരിക്കും മാറ്റുന്നത്. ഏതായാലും ഇവിടെ പ്രസക്തമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ യൂട്യൂബ് ഓണേഴ്സിനും ഇല്ലെങ്കിൽ ഈ ചാനൽ യൂട്യൂബ് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയുടെ ആ ക്രിയേറ്റർക്കും ഇല്ലെങ്കിൽ ആ ഓണർക്കും കൊടുത്തിരിക്കുന്ന നിർവചനത്തിൽ ഇന്ത്യൻ പൗരൻ എന്നല്ല കൊടുത്തിരിക്കുന്നത്, പകരം പൗരൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈഡായിട്ടുള്ള ഒരു നിയമമാണ്. ലോകത്ത് എവിടെ നിന്നും ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾ, ഒരുപക്ഷെ ഇന്ത്യൻ പൗരനായിരിക്കില്ല, ഇന്ത്യയുടെ പൗരൻ ആയിരുന്ന വ്യക്തി മറ്റു രാജ്യങ്ങളിൽ പോയി പൗരത്വം സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ നടത്തുന്ന വാർത്തകൾക്കെതിരെയും നടപടിയെടുക്കാൻ പറ്റും. ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാരെ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തുകയും ഇന്ത്യക്ക് എതിരെയുള്ള ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചട്ടക്കൂടിന് ഇല്ലെങ്കിൽ ഈ ബ്രോഡ്കാസ്റ്റിംഗ് നിയമത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് വാർത്തകൾ ചെയ്യുന്നവരുമെല്ലാം തന്നെ ഒരു പെടുത്തുവാൻ ഇല്ലെങ്കിൽ അവരെയൊക്കെ കൈയോടെ പൊക്കുവാനുള്ളൊരു നിയമമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പൗരൻ എന്നല്ല അതിൽ ഈ ഓണേഴ്സിനെയും ഇല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരെയും നിർവചിച്ചിരിക്കുന്നത്, പകരം പൗരൻ എന്നാണ്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്ന് പിന്നീട് വിദേശ രാജ്യത്തിൽ കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസർമാരും യൂട്യൂബ് ചാനലുകളുമുണ്ട്. പലപ്പോഴുമൊക്കെ രാജ്യവിരുദ്ധ വാർത്തകളും മറ്റും ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഏതായാലും ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു പ്രാഥമിക കരട് ബില്ല് തയ്യാറായി വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. കാരണം പ്രതിപക്ഷവുമായി ഇത് രാജ്യസഭയിലും ലോക്സഭയിലും ഇതിനെക്കുറിച്ച് ചർച്ച നടന്നതാണ്. അന്ന് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് സഹമന്ത്രി. ഏതായാലും ആ നിയമം വരുന്നതോടുകൂടി ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു കുറച്ച് നിയന്ത്രണം വരും. കാരണം ഇപ്പോൾ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലാണ് വാർത്തകളും മറ്റും ചമച്ച് വിടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ലൈസൻസ് ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ അത്തരത്തിലേക്ക് ഓൺലൈൻ മീഡിയ കൂടി കടന്നു വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.